ഗുഡ് മോർണിംഗ് മൈ ഫാമിലി. ഗുഡ് മോർണിംഗ്. രാവിലത്തെ കളിയാണല്ലോ. പില്ലോ ഫൈറ്റ്. ആ നീയാണ് അപ്പൊ ഇവനെ കൊണ്ട് പില്ലോ കടിക്കാൻ വെക്കണത് അല്ലേ? അമ്പടെ കള്ള റെഡ് ഹാൻഡഡ് ആയിട്ട് നിന്നെ ക്യാമറ സഹിതം പിടിച്ചിരിക്കുന്നു ഞാൻ. വെറുതെ അല്ലവൻ കണ്ണ് തെറ്റിയപ്പോ പില്ലോ എടുത്തോണ്ടേ കടിക്കാൻ പോണത്. നീയാണ് വഷളാക്കണ എന്റെ കൊച്ചിനെ. ഓക്കെ, ഇനി വേഗം റെഡി ആയിട്ട് ജിമ്മി പോകാം. ഇതിന് ഇങ്ങനെ ഉണ്ട്. എന്താ പില്ലോ തരണില്ലേ? തരണ്ട. പില്ലോ കളിക്കാനുള്ളതല്ല. നല്ല കാറ്റുണ്ടല്ലോ. വെള്ളം പോണത് കണ്ടാ അറിയാം എത്ര കാറ്റുണ്ട്. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ബാൽക്കണിയിലാണ്. കാരണം ഇന്ന് ദീദി നേരത്തെ വന്നു. അപ്പൊ ഞങ്ങള് ഒരു ദോശ രണ്ടാൾക്കും ഓരോ ദോശ, കോക്കനട്ട് ചട്നി, മുട്ട. രണ്ടാൾക്കും രാവിലെ ഫുഡ് തന്നാണ്. മിണ്ടാണ്ട് പോയിക്കോ അവിടെ. ലഞ്ചിന്റെ പ്രിപ്പറേഷൻ ആണ് കേട്ടോ. പംകിൻ മൈ ഫേവറേറ്റ്. പംകിൻ നമുക്കൊരു മെഴുക്ക് പുരട്ടി പോലെ ഉണ്ടാക്കാം. തൊലി കളയൂല കേട്ടോ ഈ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കുമ്പോൾ. ശരിക്കും ഇതിൽ തേങ്ങ ഇടും. പക്ഷെ ഞാൻ ഇന്ന് മോരുകറി എടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് കുറേ തേങ്ങയുള്ള സാധനങ്ങൾ ഒന്നിച്ച് കഴിക്കാൻ ഇഷ്ടമല്ല. ഐ നോ മലയാളീസിന് തേങ്ങ എല്ലാത്തിലും വേണം. ഞങ്ങൾ നിറയെ തേങ്ങ കഴിക്കണവരാണ്. പക്ഷെ കുറേ വർഷം ആയതുകൊണ്ട് എന്താ അറിയില്ല, കഴിച്ച് എനിക്കതിപ്പോൾ അത്ര ഭയങ്കര എനിക്ക് സദ്യനോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. സദ്യ ഐറ്റംസ് അതിലത്തെ ഏതെങ്കിലും 2 ഐറ്റംസ് ഒക്കെ ഒരു ദിവസം കിട്ടിയാൽ ഓക്കെ. അങ്ങനെ നിറയെ ഐറ്റംസ് കിട്ടി തിന്നാനൊന്നും വലിയ ഇഷ്ടമില്ല ഇപ്പോൾ. പിന്നെ എൻ്റെ ഫേവറേറ്റ് ഒരു സാധനം ഉണ്ടാക്കുന്നുണ്ട്, കാണിച്ചു തരാം. ഉണക്കമീൻ. ഉണക്കമുള്ളനാണ് എൻ്റെ ഫ്രണ്ട് തന്നതാട്ടോ. ഇവിടെയുള്ള സൊസൈറ്റിയിലുള്ള അവള് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നപ്പോൾ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നതാണ്. ഞാൻ ഫ്രീസ് ചെയ്ത് വെച്ചേക്കായിരുന്നു. പുറത്ത് വെച്ചാൽ സ്മെല്ലാവും. ഡബിൾ പാക്ക് ചെയ്തിട്ട് ഫ്രീസറിൽ വെച്ചേക്കായിരുന്നു. ഇതായിരിക്കും ലാസ്റ്റ് ബാച്ച്. ഇവനെയും കൂടെ ഒന്ന് പൊരിച്ചെടുക്കാം. ഇതാണ് ഇന്നത്തെ ലഞ്ച് പ്ലേറ്റ്. കുറച്ച് ചോറ്, കുറേ പംകിൻ, കുറച്ച് മോരുകറി, 3 ഉണക്കമുള്ള വറുത്തത്, പിന്നെ അതാ ഒരു പപ്പടം സുഖി എനിക്ക് ഒന്നേ ബാക്കി വെച്ചുള്ളൂ. ഇപ്പൊ എനിക്ക് തിരിച്ച് വറുക്കാൻ വയ്യ. ഓൾറെഡി 3 മണിയായി. നല്ല വിശക്കുണ്ട്. വേഗം കഴിക്കാം ലഞ്ച്. ഇന്ന് നല്ല ക്ലൗഡിയാണ് കേട്ടോ. ഓൾറെഡി നല്ല കാറ്റുണ്ട്. സണ്ണ് ഓൾറെഡി ക്ലൗഡിന്റെ ഉള്ളില്ല. സൺസെറ്റ് ഒന്നും കാണാനില്ല. സൺസെറ്റ് ആയിട്ടേ ഇല്ല, പക്ഷെ കാണാനില്ല. ഒരു ബെൻസ് എവിടെ? സുഖി, ഗുഡ് ഈവനിങ്. നമ്മളെ കാണിക്കണെങ്കിൽ വാരം കാണിക്കണം. ഓ ഇങ്ങനെയും കാണിക്കല്ലേ. ഞാൻ പഠിച്ചു വരുന്നുള്ളൂ. ഓക്കെ, എല്ലാം ഞാൻ പഠിച്ചു വരുന്നുള്ളൂ. എന്താ റൂഫി? എടാ സോറോ, ഈ വെള്ള വര ഇട്ട് കൊടുത്ത് മാത്രമേ സോറോ നടക്കുള്ളൂ. ഭയങ്കര വൃത്തിന്റെ ആളാ. വാ നടക്ക്. വായോ, പോവാ, വീട്ടിൽ പോവാ. വാ. കറക്റ്റ് ടൈമിൽ തിരിഞ്ഞു നോക്കുന്നുണ്ട് സാധനം. ഇങ്ങോട്ടേക്ക് വരുമ്പോൾ രണ്ടും കൂടെ എൻ്റെ സീറ്റിൽ കയറിയിരുന്നിട്ട് എനിക്ക് സ്ഥലം തന്നില്ല. ബാക്കിലിരുത്തി തന്നെ. അപ്പം ഞാൻ ആദ്യം കയറി എൻ്റെ സ്ഥലം പിടിച്ചു. ഇനി നിങ്ങളെ രണ്ടാളും ഞാൻ ബാക്കിലിരുത്തും. ഇന്ന് നമ്മൾ വാക്കിംഗ് വേഗം കഴിഞ്ഞു കേട്ടോ. സോ നമ്മൾ ചായ കുടിക്കാൻ പോയാലോ വിചാരിക്കുന്നുണ്ട്. ജെയിനും ചായ കുടിക്കാൻ പോകണം പറഞ്ഞ്. അപ്പം അവനെയും കൂട്ടിയിട്ട് നമ്മൾ 3 ആളും കൂടെ ചായ കുടിക്കാൻ പോകുന്നു.
സ്നാക്സ് എടുക്കാൻ ഒന്നും എടുത്തിട്ടില്ല, എടുക്കണം. ഈ നമുക്കന്ന് സ്റ്റേക്കേഷന് പോയപ്പോ പങ്കജ് ഉണ്ടാക്കിയ പോലെ സാധനം ഉണ്ടാക്കിയല്ലോ. അതിൽ എന്തൊക്കെ ഇട്ടത് അവര്? അത് ഓർമ്മല്ല. ബേൽപൂരി ഇട്ടുണ്ട്. ഇല്ലല്ല, അതൊന്നും പൊരി ഇട്ട്, പൊരി പ്ലെയിൻ വൈറ്റ് പൊരി ഇട്ട്. പിന്നെന്തൊക്കെ ഇട്ട്? ഇതാ സേവ് ഇട്ടുണ്ടായിരുന്നു, പൂണ്ടി, പിന്നെ എന്തൊക്കെയോ അങ്ങനെ എന്തൊക്കെയോ കുറെ ഇട്ടുണ്ടായിരുന്നു. ഇതെന്താ സോയ? ഇത് ട്രൈ ചെയ്താലോ? എടുത്തോ. ഇതിനെത്ര? 47. അയ്യോ, ട്രൈ ചെയ്യാമല്ലോ. ചായ കുടിക്കാൻ വന്നതായിരുന്നു, പക്ഷേ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. എനിക്ക് വർക്ക് വന്നിട്ടുണ്ടായിരുന്നു, അപ്പം ഞാൻ വർക്ക് ചെയ്യാമായിരുന്നു. ഇപ്പം അങ്ങനെ നമ്മൾ ചിക്കൻ പറഞ്ഞിട്ടുണ്ട്. ഒരു വീക്കിനുള്ള 2 kg ഒന്നിച്ച് വാങ്ങി വെക്കാറാണ് ഞാൻ. എന്നിട്ടൊരു 4-5 ബോക്സിലാക്കി ഫ്രിഡ്ജിൽ വെക്കും. ഇപ്പോൾ വേറെ എന്തെങ്കിലും അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ നോക്കാൻ പറഞ്ഞ് വന്നതാണ്. എന്നൊരു ഹൈ കാണിക്കണം. ചായ കുടിക്കുമ്പോൾ എടുക്കാൻ മറന്നു, ഞാൻ ഫുള്ള് വർക്കിന്റെ തിരക്കില്ലേ, ചായയും കടിയൊന്നും കാണിച്ചില്ല. അപ്പൊ ഞങ്ങൾ ഇന്ന് സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് എന്തൊക്കെ വാങ്ങിയെന്ന് കാണിച്ചു തരാവേ. ഫസ്റ്റ് തന്നെ ഏറ്റവും സേഫ് ആക്കേണ്ട സാധനത്തിന് നമുക്ക് എടുത്ത് മാറ്റി വെക്കാം. 30 eggs. മുട്ട വാങ്ങിച്ചു. അമ്മേ, അതായിട്ടില്ലേ പൊന്നു? മുട്ട മമ്മി അവിടെ വെച്ചതാ. അയ്യോ, അടുത്ത മുട്ട പൊട്ടിയാണ്. ഇത് ഇതാണ് കേട്ടോ, കാടമുട്ട. കാടമുട്ട ലൂസായിട്ട് വാങ്ങുമ്പോൾ ഒന്നിന് 5 രൂപയേ ഉള്ളൂ. അപ്പോ 12 60 രൂപക്ക് കിട്ടി. അല്ലെങ്കിൽ നമ്മൾ 89 എന്തോ ആണ് കൊടുക്കാറ്. പൊന്നു മമ്മി ഇത് നോക്കുക, മഷ്റൂം നോക്ക്. മഷ്റൂം വാങ്ങിച്ചു. പിന്നെ പർപ്പിൾ ക്യാബേജ്. ഇവന്റെ വിചാരം ഇത് ബോളാന്നാ, കണ്ട. പർപ്പിൾ ക്യാബേജ് വാങ്ങിച്ചു. പിന്നെ ഇത് റോസ് ബ്രാൻഡിന്റെ ആണ്. കുറെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നൊക്കെ റോസ് ബ്രാൻഡിന്റെ കൈമ റൈസ് നല്ലതാണ്. ഇന്ന് അവിടെ ഓഫറിൽ ഉണ്ടായിരുന്നു. അപ്പൊ എന്തായാലും ഇവിടുത്തെ കൈമ റൈസ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, ബിരിയാണി അരി, ജീരകശാല. അപ്പൊ അതൊരു 1 kg. ഇത് 1 kg തന്നെയല്ലേ? 1 kgന്റെ ഒരു പാക്കറ്റ് അത് വാങ്ങിച്ചു. ഇത് ചുക്ക് കാപ്പി, ഈസ്റ്റേണിന്റെ ചുക്ക് കാപ്പി വാങ്ങിച്ചു, ഒരു പാക്കറ്റ്. പിന്നെ ഇത് മാംഗോന്റെ സീസൺ കഴിഞ്ഞു. ഇവരുടെ കയ്യിൽ നല്ല മാംഗോ ഒക്കെ തീർന്നു. ആകെ ഈ ഒരു വെറൈറ്റി തന്നെ ഉള്ളൂ. ഇത് മല്ലിക തോന്നുന്നുണ്ട്, സിന്ദൂര തോന്നുന്നുണ്ട്. അപ്പൊ അതിൽ നിന്ന് ഞാൻ നല്ലത് നോക്കിയിട്ട് ഒരു 3 എടുത്തതാ. ബാക്കിയൊക്കെ ഇങ്ങനെ പ്ലിക്കി ആയിട്ടുണ്ട്. ഇത് വേഗം കഴിക്കും വേണം. അങ്ങനെ അത്. ഇത് സുഗിന്റെ ഫേവറേറ്റ് പ്ലംസ്. ഓക്കെ, പ്ലംസ് വാങ്ങിച്ചു. പ്ലംസ് ഒന്നും ഓപ്പൺ ചെയ്യണ്ട, എന്താ എല്ലാവർക്കും അറിയണമായിരുന്നു. ഇത് മുറുക്കാണ്. അത് സ്നാക്സ്. ന്യൂസിലൻഡ് പ്ലംസ് ആണ് അത്ര കേട്ടോ, സുഗി പറയാൻ പറഞ്ഞ്. പ്രിങ്കിൾസ് സുഗി എടുത്തു, അത് ഓഫറിൽ ഉണ്ടായിരുന്നു പറഞ്ഞിട്ട് എടുത്തു. പിന്നെ ഒരു സാധനം ഉണ്ടെങ്കിൽ ഞാൻ ലാസ്റ്റ് കാണിക്കാം. പിന്നെ ചില്ലി പൗഡർ, ഇത് 50% ഓഫ് ഉണ്ടായിരുന്നു. പിന്നെ സോയ ചിപ്സ്. സാധാരണ ഞങ്ങള് ഇവരുടെ തന്നെ സോയ സ്റ്റിക്സാ വാങ്ങാറ്. പക്ഷെ സോയ സ്റ്റിക്സ് ഇപ്പൊ ബോറടിച്ചു, ഇഷ്ടമില്ലാണ്ടായി. ഇത്തവണ സോയ ചിപ്സ് വാങ്ങിയിട്ടുണ്ട്. എങ്ങനെയുണ്ട് നോക്കാം. പിന്നെ ദിസ് ഇസ് മൈൻ ഗാലക്സി ഡാർക്ക് ചോക്ലേറ്റ്, 70% ചോക്ലേറ്റ്. പിന്നെ ഞങ്ങൾക്ക് ഷെയർ ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ട് ഡാർക്ക് ചോക്ലേറ്റിന്റെ ടോബ്ലറോൺ. ഐ എം ഓൾവേസ് എ ടോബ്ലറോൺ ഫാൻ. നിങ്ങൾ ആരെങ്കിലും എനിക്ക് എപ്പോഴെങ്കിലും ചോക്ലേറ്റ് വാങ്ങിയിട്ട് വരുന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ലിൻഡിന്റെ ഡാർക്ക് ചോക്ലേറ്റ്, അല്ലെങ്കിൽ ടോബ്ലറോൺ. ഇത് ലിൻഡ് അല്ല, ഇത് ഗാലക്സിയാണ്. പക്ഷെ എനിക്ക് ലിൻഡിന്റെ ഭയങ്കര ഇഷ്ടം. അല്ലെങ്കിൽ ടോബ്ലറോൺ ഡാർക്ക് ചോക്ലേറ്റ്. പക്ഷെ ഇത് വിത്ത് ഷുഗർ ആണ്, ഇതില് ഷുഗർ ഉണ്ടാവില്ല. ഈ ഡാർക്ക് ചോക്ലേറ്റ് 70% ആണ്. പിന്നെ സുഗിന്റെ റെഡ് ബുള്ള്. പിന്നെ സുഗിന്റെ ഒരു സാധനം ഉണ്ട്, കാണിച്ചുതരാം. ഇതാ, ഇത് ആർക്കൊക്കെ ഓർമ്മയുണ്ട്? നമ്മൾ ചെറുതിലൊക്കെ കഴിച്ചത് ആർക്കൊക്കെ ഓർമ്മയുണ്ട്? മറ്റിങ്ങനെ ഇങ്ങനെ ജ്യൂസ് പോലെ വരൂല്ലേ, ചോക്ലേറ്റ്, വൈറ്റ് ചോക്ലേറ്റും മിൽക്ക് ചോക്ലേറ്റും മിക്സ് ആയത്. ഇത് 13 വാങ്ങിയിട്ടുണ്ട് സുഗി. എന്തിനാണാവോ, എനിക്കിഷ്ടമല്ല ഈ സാധനം. ഇനി ഞാൻ വാങ്ങിയൊരു സാധനം കാണിക്കാം. എനിക്ക് കുറെ നാളായിട്ട് ക്രേവിങ്സ് വന്നിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ 0 ഷുഗർ ഉള്ളത് തന്നെ വേണമെന്ന് നിർബന്ധമായതുകൊണ്ട് ഞാൻ ഇതുവരെ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് എനിക്കത് കിട്ടി. അപ്പൊ നോ റിഫൈൻഡ് ഷുഗർ,
സെർലാക്ക്. നോക്ക് റൂഫി, സെർലാക്ക്. സെർലാക്ക്. ഇത് മൾട്ടിഗ്രെയിൻ ആൻഡ് ഫ്രൂട്ട്സ് പറഞ്ഞിട്ടുള്ളതാണ്. സോഴ്സ് ഓഫ് 15 ന്യൂട്രിയൻസ് വിത്ത് പ്രോട്ടീൻ അതൊക്കെ. അപ്പോ എനിക്ക് കുറെ നാളായി സെർലാക്സ് കഴിക്കാൻ വേണ്ടി കൊതിയാവുന്നുണ്ട്. അപ്പൊ ഞാനൊരു സെർലാക്സ് വാങ്ങി. ഇത് 12 months to, അതായത് 1 വയസ്സ് മുതൽ 2 വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ളതാണ്. ശരി, ബ്രേക്ക്ഫാസ്റ്റിന് എടുക്കാം സെർലാക്ക്. സോ ഇതും പിന്നെ ഇത് കഴിഞ്ഞു. ഇത് കൂടാതെ ഒരു 2 kg ചിക്കനും കൂടെ നമ്മൾ വാങ്ങിച്ചു ഈ വീക്കിനുള്ളത്. അതിന് ഞാനൊരു 5 ബോക്സ് ആക്കിയിട്ട് ഫ്രീസ് ചെയ്യും. എന്നിട്ട് അതിൽ നിന്ന് കുറച്ച് എടുക്കും. ഇന്ന് നമ്മുടെ പിള്ളേർക്ക് ചിക്കനാണ്. ചിക്കൻ വാങ്ങിയ ദിവസമല്ലേ, കുറച്ച് ദിവസമായി അവർക്ക് ചിക്കൻ കൊടുത്തിട്ട്. പിന്നെ ചുക്കുടു ചിക്കൻ വേണ, ജോറോ ചിക്കൻ വേണ, ചിക്കൻ വേണ. ശരി, മമ്മി പോയി ചിക്കൻ കുക്ക് ചെയ്യട്ടെ ഫസ്റ്റ് നിങ്ങൾക്ക്. ഓക്കെ, സോ ഇതാണ് എന്റെ സൂപ്പർ മാർക്കറ്റ് ഹോൾ. ഇവരുടെ ചിക്കനില് കുറച്ച് മഞ്ഞപ്പൊടി, കുറച്ച് വെളിച്ചെണ്ണ, ഒരു ലേശം കല്ലുപ്പ്, എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കുക. ഇത്തവണ ഞാൻ അധികം ബോൺലെസ്സിന് എടുത്തോളൂ കേട്ടോ. നെക്ക് ഇട്ടുണ്ട്, അവർക്ക് നെക്ക് ഇഷ്ടം. പിന്നെ നെക്കിലെ ബോൺ അങ്ങനെ അവരുടെ തൊണ്ടയിലൊന്നും കുടുങ്ങില്ല. അപ്പൊ രണ്ടുപേർക്കും 2 നെക്ക് പീസ് ഇട്ടുണ്ട്. ബാക്കിയെല്ലാം ബോൺലെസ് ആണ് ഇട്ടുള്ളത്. ഓക്കെ, അപ്പോ ബോൺലെസ് കൊടുത്താൽ മതി എന്ന് കുറെ പേര് പറയുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ ബോൺലെസ്. പിന്നെ ബാക്കി ചിക്കനെ ഞാൻ ഇത്തവണ 4 പാക്കറ്റ് ആക്കിയുള്ളൂ. കാരണം ഇപ്പൊ ഒരു പോർഷൻ കുറച്ച് എടുത്തല്ലോ അവർക്ക്. അപ്പൊ 4 ആയിട്ട് പാക്ക് ചെയ്തിട്ട് ഇനി നമ്മൾ ഇതിനെ ഫ്രീസ് ചെയ്യും. പിന്നെ ആഴ്ചയിൽ ഒരു ഓൾട്ടർനേറ്റ് ഡേയ്സ് പോലെ ഇതെടുത്തിട്ടാണ് നമ്മളൊരു 1 വീക്കിന്റെ പ്രോട്ടീൻ, ചിക്കനും എഗ്ഗും ഫിഷ് പിന്നെ ഞാൻ ലൈവായിട്ട് അപ്പം വാങ്ങുള്ളൂ. അത് അവർ ഹോം ഡെലിവറി ചെയ്യും. അപ്പൊ കുറച്ചായി ഫിഷ് വാങ്ങിയിട്ട്. നോക്കണം, പ്രോൺസ് വാങ്ങണം വിചാരിക്കുന്നുണ്ട്. പ്രോൺസ് ബിരിയാണി എന്തെങ്കിലും ഒക്കെ. ശരി, ഇപ്പത്തേന് ഇത് ഫ്രീസറിൽ കയറ്റട്ടെ. ചിക്കന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആ. സോറോ, നീ ചിക്കന് വേണ്ടി വെയിറ്റിംഗ് ആണോ? ചിക്കന് വേണ്ടി വെയിറ്റിംഗ് ആണോ? എന്താ അവിടെ റൂഫി ചിക്കന് വേണ്ടി വെയിറ്റിംഗ് അല്ലേ? ചിക്കൻ വേവട്ടെ കേട്ടാ, തരാം മമ്മി. വെയിറ്റ് ചെയ്യട്ടെ കുഞ്ചു, വെയിറ്റ് ചെയ്യ് പൊന്നെ. ഇവിടെ പ്രാക്ടീസ് നടക്കണ്. ഇവിടെ പിള്ളേര് സംഘങ്ങളുടെ എന്തോ പരിപാടി നടക്കും. വർക്ക് ചെയ്യണോ? നൈറ്റ് ഷിഫ്റ്റാ സോറോ. നൈറ്റ് ഷിഫ്റ്റ് ആണ് എനിക്ക്. മാക്ബുക്കിലൊക്കെ വർക്ക് ചെയ്യുള്ളൂ, ചുമ്മാ ചെറിയ ലാപ്ടോപ്പിലൊന്നും വർക്ക് ചെയ്യൂല. എന്തിനാ വർക്ക് ചെയ്യണവരെ ഡിസ്റ്റർബ് ചെയ്യത്? ചിലപ്പോ മീറ്റിംഗ് എന്തോ അക്കൗണ്ട്സ് സെറ്റിൽ ചെയ്തിട്ട് ഇരിക്കുമെന്നാണ്. ബാങ്കിങ് സെക്ടറിലാ സോറോന് ജോലി. ആ കണ്ടാ, അതെ എക്സൽ ഷീറ്റ് ഒക്കെ നോക്കിണ്ടിരുന്നിട്ട്. ഇതേ നമ്മൾ ശല്യം ചെയ്തുകൊണ്ട് പാവം പണിന്ന് മാറി വന്ന് ഉറങ്ങാൻ കിടന്ന്. ഇന്ന് ഞാനൊരു ഖമമൈൽ ടീ ആണ് കുടിക്കുന്നത്. രാത്രി നല്ല ഉറക്കവും കിട്ടും നമുക്ക്. പിന്നെ നമ്മുടെ ഡെയിലി വാട്ടർ അതിൻ്റെ ക്വാളിറ്റി എന്താ പറയുക, ക്വാണ്ടിറ്റിയും ടാലി ആകും. പിന്നെ എനിക്ക് രാത്രി ഇങ്ങനെ ഒരു ജഗ് ഇത് കുടിച്ചില്ലെങ്കിൽ ഒരു മനസ്സമാധാനം ഉണ്ടാവില്ല. അതുകൊണ്ട് ഇത് കുടിച്ചിട്ട് കിടക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, ഹായ്. സോ നമുക്ക് ഇന്നത്തെ ഡേ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, ഇന്നത്തെ ദിവസം അധികം കുറേ ഒന്നും കാണിക്കാനുണ്ടായില്ല. ബട്ട് അതുകൊണ്ട് ഞാൻ സൂപ്പർ മാർക്കറ്റ് ഹോളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു കുറച്ച് ഡ്യൂറേഷൻ ആക്കാൻ നോക്കി. അതർവൈസ് ഇറ്റ് വാസ് എ നോർമൽ ഡേ. യൂഷ്വൽ തിങ്സ് ലൈക്ക് ജിം, ഫുഡ് കഴിക്കണു, വർക്ക് ചെയ്യണു, ഈവനിങ് തിരുവാതിര പ്രാക്ടീസ്, അത്രയൊക്കെ തന്നെ ഉണ്ടായിരുന്നു. നാളത്തെ വ്ളോഗ് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ബിക്കോസ് സ്പൈഡർമാൻ നാളെ ഞങ്ങൾ മോർണിംഗ് സ്പൈഡർമാൻ മൂവി ബുക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ അത് കണ്ടിട്ട് അതിന്റെ റിവ്യൂ വരും. പക്ഷെ 1 day ഡിലേ ആയിട്ടാ വരിക. കാരണം നമ്മൾ വ്ളോഗ് അങ്ങനെയല്ലേ ചെയ്യണത്. ഇന്നത്തെ വീഡിയോ നാളെ അങ്ങനെയല്ലേ പോസ്റ്റ് ചെയ്യണത്. അപ്പോൾ മൂവി നാളെ റിലീസാവും, നാളെ മൂവി കാണും. പക്ഷെ അതിന്റെ റിവ്യൂ നിങ്ങൾക്ക് വരിക ഫ്രൈഡേ ആയിരിക്കും. ബട്ട് ഇറ്റ്സ് ഓക്കെ. എല്ലാവരും ഇപ്പൊ റിലീസ് ഡേറ്റിനൊന്നും പോയി കാണണമെന്നില്ലല്ലോ. 1 day കഴിഞ്ഞിട്ട് റിവ്യൂ ചെക്ക് ചെയ്യണവരുണ്ടാവും. സോ ഡു ചെക്ക് അവർ വീഡിയോ ടുമോറോ, സോ ദാറ്റ് നിങ്ങൾക്ക് ആ റിവ്യൂ കാണാൻ പറ്റും. ഞങ്ങൾക്ക് എങ്ങനെ ഇഷ്ടമായി വരട്ടെ. ഇന്ന് ദുബായിൽ റിലീസ് ആയിട്ടുണ്ട് സ്പൈഡർമാൻ. ഞങ്ങൾ കുറച്ച് ചെക്ക് ചെയ്തു, നല്ല റിവ്യൂ ആണ്, നന്നായിട്ടുണ്ട് എന്നാ പറയേണ്ട ആൾക്കാർ. ഓക്കെ, സോ ഇന്ന് നമുക്ക് വീഡിയോ എൻഡ് ചെയ്യണതിന്റെ മുന്നേ ഇത് കുലുക്കിയപ്പോ ഇതിന്ന് ഫുള്ള് ഡസ്റ്റ്. ഇവിടെ ഭയങ്കര ഡസ്റ്റാ. ഞാൻ വിചാരിച്ചെന്നറിയോ, 3rd floor ആണ്, കോർണർ ഫ്ലാറ്റേ അല്ല. ഞങ്ങളുടെ ഫ്ലാറ്റിന്റെ അപ്പുറത്ത് 2 അപ്പാർട്ട്മെന്റ് ഉണ്ട്. മീൻസ് 2 ഫ്ലാറ്റുകൾ ഉണ്ട്. ഇപ്പുറത്താണെങ്കിൽ കുറെ ഉണ്ട്. കറക്റ്റ് പറയുകയാണെങ്കിൽ 1 2 3 4 5
ഒരു 5-6 ഫ്ലാറ്റുകൾ ഇപ്പുറത്തേക്ക് ഉണ്ട്, 2 ഫ്ലാറ്റ് ഇപ്പുറത്തേക്ക് ഉണ്ട്. ഒരു മിഡ് ആയിട്ട് വരുന്നുണ്ട് ഞങ്ങൾ. പിന്നെ എ ബ്ലോക്കിന്റെ ഈ സൈഡ് റോഡ് ഫേസിങ്ങും അല്ല. എന്നിട്ടും വീട്ടിൽ എന്ത് ടെസ്റ്റാന്ന് അറിയാമോ? എന്റെ വർക്ക് സ്റ്റേഷൻ തന്നെ സാറ്റർഡേ സൺഡേ ഞാൻ വർക്ക് ചെയ്തില്ലെങ്കിൽ മൺഡേ പോയിട്ട് അതിൽ ഇരിക്കാൻ പറ്റില്ല. കൈ ഇങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ പൊടിയാ. ഇപ്പൊ ഇതൊന്നും ഞാൻ അങ്ങനെ കുലിക്കിയതോ എന്റെ പൊന്നോ. ഇപ്പൊ നിങ്ങക്ക് മനസ്സിലായില്ലേ എനിക്ക് എന്തുകൊണ്ട് അലർജി എന്ന്? ഇറ്റ്സ് നോട്ട് അബൌട്ട് മൈ ഫുഡ് റൂട്ടീൻ, ഇറ്റ്സ് നോട്ട് അബൌട്ട് ടേക്കിംഗ് ഷവർ ഓർ ഹെയർ വാഷ് ഓർ സംതിങ്. ഡസ്റ്റ് അലർജി തന്നെയാണ് എനിക്ക്. ഡോഗ്സിനെ കൊണ്ടും അല്ല, ഡസ്റ്റ് അലർജി. അത്ര ഡസ്റ്റാ. പിന്നെ ഫുൾ ടൈം ജനലും ബാൽക്കണിയും ഒക്കെ അടച്ചിട്ടിട്ട് ഇരിക്കാൻ പറ്റില്ലല്ലോ, ഒക്കെ തുറന്നിടണം. എയർ സർക്കുലേഷൻ വേണം, അല്ലെങ്കിൽ വീടൊക്കെ നാറും. അങ്ങനെ ക്ലോസ്ഡ് അല്ലേ, നമ്മുടെ ഇൻഡിപെൻഡന്റ് ഹൗസ് ഒന്നും അല്ലല്ലോ. വേറെ വഴിയൊന്നുമില്ല. ഐ ഹാവ് ടു ലിവ് വിത്ത് ഇറ്റ്. ശരി, നമുക്ക് ഇന്നൊരു ഫോട്ടോ എടുക്കാം. 2 വന്നു. ഇങ്ങനെ 2 വന്ന ദിവസം ഞാൻ 2 വായിക്കും. നിങ്ങൾ കേൾക്കണം പ്ലീസ്. അയ്യോ, ഇത് കുറച്ച് വലുതാണ്. ഫെയ്ത്ത് ഈസ് ലൈക്ക് വൈഫൈ. ഇറ്റ്സ് ഇൻവിസിബിൾ ബട്ട് ഇറ്റ് ഹാസ് ദ പവർ ടു കണക്ട് യു ടു വാട്ട് യു നീഡ്. ഓക്കെ, ഫെയ്ത്ത്, വിശ്വാസം. അതിപ്പോ ദൈവത്തിലാകാം, അല്ലെങ്കിൽ എന്തോ ഒരു ശക്തി ഉണ്ട് എന്നുള്ളതിലാകാം, യൂണിവേഴ്സിലാകാം, എന്തോ ഒരു ഇതിലാകാം, ഒരു പവറിലാകാം. സോ ഫെയ്ത്ത് ഈസ് ലൈക്ക് എ വൈഫൈ. ഇപ്പൊ വൈഫൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾക്ക് കാണാൻ പറ്റില്ലല്ലോ വൈഫൈ, ഇന്റർനെറ്റ്. ഐ മീൻ കേബിൾ ഇതൊന്നല്ല ഞാൻ പറയണത്. വൈഫൈ പോലെ ഇറ്റ്സ് ഇൻവിസിബിൾ ബട്ട് ഇറ്റ് ഹാസ് ദ പവർ ടു കണക്ട് യു ടു വാട്ട് യു നീഡ്. ഇപ്പൊ വൈഫൈ വെച്ച് നമ്മൾ ഫോണ്, ഇന്റർനെറ്റ്, ഫോണായിട്ട് കണക്ട് ചെയ്തിട്ട് നമ്മൾ വേറെ ആൾക്കാരായിട്ട് കണക്ട് ചെയ്യും, അങ്ങനെയൊക്കെ. അതേപോലെ നിങ്ങൾക്കൊരു വിശ്വാസം നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആരുമായിട്ട് കണക്ട് ചെയ്യണമെന്ന് വിചാരിക്കണോ അവരായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും. സോ ഇപ്പോഴത്തെ എന്റെ സിറ്റുവേഷൻ ഞാൻ പറയാം. ഫ്യൂച്ചറിൽ അത് മാറോ ഇല്ലേ, പാസ്റ്റ് എന്തായിരുന്നു അതൊന്നും ഞാൻ ഇപ്പൊ ഡിസ്കസ് ചെയ്യണില്ല. ഇപ്പോഴത്തെ എന്റെ ഒരു ഇതില് ഐ ബിലീവ് ഇൻ എ സൂപ്പർ പവർ, സുപ്രീം പവർ, ദാറ്റ് ഈസ് യൂണിവേഴ്സ്. യൂണിവേഴ്സ് കൺട്രോൾസ് എവറിത്തിങ് എന്നാണ് ഞാൻ ഇപ്പൊ വിശ്വസിക്കുന്നത്. പക്ഷെ ഞാൻ എല്ലാ മതങ്ങളെയും എല്ലാത്തിനെയും റെസ്പെക്ട് ചെയ്യും. പള്ളിയിൽ പോകും, ചേർച്ചിൽ പോകും, അമ്പലത്തിൽ പോകും, എല്ലാം പോകും. നോബഡി ക്യാൻ ക്വസ്റ്റ്യൻ മീ അബൌട്ട് ദാറ്റ്. ഇറ്റ്സ് മൈ റൈറ്റ് അല്ലേ? അപ്പോ പക്ഷെ ഞാൻ യൂണിവേഴ്സ് എന്നുള്ള ഒരു സുപ്രീം പവറിൽ വിശ്വസിക്കുന്നുണ്ട്, മാനിഫെസ്റ്റേഷനിൽ വിശ്വസിക്കുന്നുണ്ട്, എനിക്കത് നടക്കുന്നുണ്ട് എൻ്റെ ലൈഫിൽ. സോ ഐ സ്ട്രോങ്ലി ബിലീവ് ഇൻ ദാറ്റ്. അപ്പോൾ ഞാനതിൽ നല്ലോണം വിശ്വസിക്കുന്നതുകൊണ്ട് എന്നെ അത് കണക്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ നിങ്ങൾ എന്തിലാണോ വിശ്വസിക്കുന്നത് അത് സ്ട്രോങ് ആയി വിശ്വസിക്കുക. അങ്ങനെ അടുത്ത അത് വലുത് പറഞ്ഞെങ്കിൽ ഇത് ചെറുതാ, ഭയങ്കര ചെറുത്. സേ സോറി ടു ഡാഷ് ഫോർ ഡാഷ്. ഇത് എല്ലാവരും ഒന്ന് ഇരുത്തി ചിന്തിച്ചോളൂ. ഓക്കെ, സേ സോറി ടു ഹും, അത് നിങ്ങൾക്കേ അറിയുള്ളൂ. ഫോർ വാട്ട്, അതും നിങ്ങൾക്കേ അറിയുള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾ ചെയ്തിട്ട് ഒരു സോറി പറയാൻ ബാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഇന്ന് തന്നെ പറയാ. ആൾ അടുത്തുണ്ടെങ്കിൽ നേരിട്ട് പറയാ, ഫോൺ വിളിക്കുന്ന ദൂരത്തിലാണെങ്കിൽ ഫോൺ വിളിച്ച് പറയാ. പക്ഷെ ഒരിക്കലും സോറി, താങ്ക് യു ഇതൊന്നും പിന്നീടത്തേക്ക് വെക്കാൻ പാടില്ല. അത് ഞാൻ ശരിക്കും പഠിച്ചതാ. കാരണം നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ. കാരണം നമുക്ക് അവരെ പിന്നെ കാണാൻ പറ്റില്ലെങ്കിൽ ഒരിക്കലും, ഇല്ലെങ്കിൽ അത് പറയാൻ ഡിലേ ആയതുകൊണ്ട് വലിയൊരു നല്ലൊരു ഒരു ഭംഗിയുള്ള ബന്ധമാണെങ്കിലും ഇല്ലാണ്ടായി പോണത്, ഒരു സുന്ദരമായ റിലേഷൻഷിപ്പ് ആണെങ്കിലും ഇല്ലാണ്ടാവുന്നത്. സോ ഇഫ് യു തിങ്ക് you are wrong in some or other way, call them, say sorry. ഇതിനൊന്നും പറയില്ലെങ്കിലും കുഴപ്പമില്ല, ജസ്റ്റ് സേ സോറി ആൻഡ് സോർട്ട് ഇറ്റ് ഔട്ട്. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആ ലൈഫിൽ. ഞാൻ സത്യം പറയണമെങ്കിൽ ഇപ്പോൾ എനിക്ക് എൻ്റെ പഴയ കുറച്ച് ആൾക്കാരുണ്ട്. ഐ ഹേറ്റഡ് ദം ഫോർ സം റീസൺസ്. ബട്ട് ഇപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ഹേറ്റ്രഡും ഇല്ല, അവരോടൊന്നും ഒരു ദേഷ്യവും ഇല്ല. അതൊരു ലാസ്റ്റ് ഒരു 5 years ആയിട്ട് അങ്ങനെയാണ് കേട്ടോ. അതിന്റെ മെയിൻ റീസൺ മൈ ലൈഫ് പാർട്ട്ണർ സുഖിയാണ്. അവൻ എൻ്റെ അടുത്ത് പറയാ, എടി കഴിഞ്ഞതൊക്കെ കഴിഞ്ഞ്, വൈ യു വോണ്ട് ടു ലിവ് ഇൻ ദ പാസ്റ്റ്, ലിവ് ഇൻ ദ പ്രസന്റ്. നമുക്ക് എന്തിനാ അതൊക്കെ ആലോചിക്കുന്നുണ്ട്, അവരങ്ങനൊക്കെ ചെയ്തോണ്ട് നിനക്ക് ഇനി ലൈഫ് ഉണ്ടെന്ന് വിചാരിക്കുക, അപ്പൊ നീ സന്തോഷിക്കല്ലേ വേണ്ട, നമ്മൾ ഒന്നിച്ചില്ലേ, അങ്ങനെയൊക്കെ പറയും. അപ്പൊ ഐ സീ ദ അതർ സൈഡ് ഓഫ് ഇറ്റ്. അതുകൊണ്ട് എനിക്കിപ്പോ ആരോടും ദേഷ്യമില്ല. ഇപ്പൊ അവരൊക്കെ എന്നിട്ട് കുറെ പേരൊക്കെ മിണ്ടാൻ നോക്കുന്നുണ്ട്, മിണ്ടിയിട്ടുണ്ട്, മിണ്ടുന്നുണ്ട്. ഞാനും തിരിച്ചു മിണ്ടാറുണ്ട്. എനിക്ക് അതിനൊരു കുഴപ്പമില്ല. കാരണം എനിക്കിപ്പോ അങ്ങനെ അതൊന്നും ഒരു ഫീൽ ആയിട്ട് തോന്നാറില്ല. സോ സേ സോറി ഇഫ് യു ഹാവ് ടു സേ. ഡിലേ ചെയ്യരുത്, നാളെ അവരില്ലെങ്കിലോ. അതുകൊണ്ട് പിന്നെ എന്തിനാ അങ്ങനെയൊക്കെ ഗ്രഡ്ജസ് ഇതൊക്കെ വെച്ചിട്ട്. ഓക്കെ, സോ ഓൺ ദാറ്റ് നോട്ട് വി ആർ സേയിങ് ബൈ ടു ടുഡേസ് വ്ലോഗ്.
താങ്ക് യു ഫോർ ചൂസിങ് മൈ വീഡിയോ, താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ്. പിന്നെ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഇഫ് യു ഹാവൻറ്റ് യെറ്റ്. ആൻഡ് സ്റ്റേ ഹാപ്പി, സ്റ്റേ ഹെൽത്തി, ബി ലവ്ഡ്. നിങ്ങൾ എല്ലാവർക്കും സ്നേഹം കൊടുക്കുക, തിരിച്ച് നിങ്ങൾക്ക് സ്നേഹം വരും. ഹേറ്റ്രഡ് വെക്കാതെ ഒരു കാര്യമില്ല ഹേറ്റ്രഡ് വെച്ചിട്ട്. Just move on. Okay? Love you all. Good night. Bye bye.